ശ്രീകൃഷ്ണ ജയന്തിയുടെ ഫണ്ട് എഴുതുമ്പോൾ തന്നെ ഏറ്റവും മേളത്തെ ലിസ്റ്റ് ചിലപ്പോൾ എന്റെ പേരായിരിക്കും സ്പോൺസർ എന്നുള്ള രീതിയിൽ വരിക. അതിനുവേണ്ട സാധനങ്ങളാണെങ്കിലും മേടിച്ചു കൊടുക്കുന്നതിൽ പാവലാണെങ്കിലും മലരാണെങ്കിലും നെയ്യാണെങ്കിലും ഒക്കെ മേടിച്ചു കൊടുക്കുന്നത് ഞാൻ ഇല്ലെങ്കിലും ഞാൻ തന്നെ മേടിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ നടി ആയതിനു ശേഷം, ഒരു ആർട്ടിസ്റ്റ് ആയതിനു ശേഷം ഒരുങ്ങുന്ന ശോഭായാത്ര ഭയങ്കര ഇതായിട്ടുള്ള ആ വർഷമായിരുന്നു. അന്ന് ഇത്രയും ന്യൂസ് വന്നപ്പോഴാണ് ശരിക്കും ഞാൻ ചിന്തിക്കുന്നത് ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടോ എന്ന്. ഒരു പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നിയിരുന്നെങ്കിൽ ഒരു പക്ഷെ അന്ന് ഞാൻ ചിന്തിച്ചേനെ ഇപ്പൊ വേണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ, കാരണം നമുക്ക് ആരെയും കൊണ്ട് നെഗറ്റീവ് പറയിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഓർത്തു അടുത്ത വർഷം ഞാൻ ചെയ്യുമ്പോഴത്തേന് ഇനിയും ഇങ്ങനെ ന്യൂസ് വരുമോ വേണ്ട എന്ന് ഓർത്തിട്ട് ഞാൻ വീണ്ടും ചെയ്തത് എന്തിനാ ഞാൻ വേണ്ടാന്ന് വെക്കണേ. അത് ഞാൻ കൊച്ചുനാൾ മുതൽ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ചെയ്യുന്ന സാധനമാണ്. ഒരു രാഷ്ട്രീയ കാര്യങ്ങളോ രാഷ്ട്രീയത്തെ പറ്റിയിട്ട് എനിക്കൊരു ചുക്കും ചുണ്ണാമ്പോ അറിയാത്ത ഒരാളാണ് ഞാൻ. സോ അങ്ങനത്തെ ഒരു തോട്ട് വെച്ചിട്ടല്ല ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, അതിപ്പോഴും ചെയ്യുന്നു. അതിനാരും നെഗറ്റീവ്സ് പറയരുത്. കാരണം അത് എന്റെ ഇഷ്ടമാണ്, പേഴ്സണൽ ഇഷ്ടം. എന്റെ നാട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ അവിടുത്തെ കുട്ടിയാണ്. ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചൊരു കുട്ടിയാണ്. എന്റെ വീടിന്റെ തൊട്ട് താഴത്തെ അമ്പലമാണ്. നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇത് മാത്രം നോക്കി ജീവിക്കേണ്ട ഒരു കുട്ടിയാണ്. നമുക്കൊരിക്കലും അങ്ങനെ പറ്റില്ലല്ലോ. നമ്മൾ ആർട്ടിസ്റ്റ് ആയി എന്ന് വരുന്നിട്ട് അനുശ്രീനെ പറഞ്ഞിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല.